ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇതുവരെ ഉണ്ടാക്കിയൊന്നും ഫിഷ് കറി എല്ലാം തോന്നി കേട്ടോ. ഇതൊരു ഷെഫിൻ്റെ റീൽ കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സംഭവം പൊളിയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ്, പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം. ഇപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കാം. അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ടൊമാറ്റോ നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിക്ക് ഗ്രേവി ആയതുകൊണ്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് പുളി എടുത്തിട്ട് അതൊന്ന് പിഞ്ഞിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവിയിൽ കിടന്ന് നമ്മളെ ഫിഷ് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അത്രയും സിമ്പിളാണ് ഈ ഒരു ഫിഷ് കറി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെയാണ്, പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ടേസ്റ്റിൽ നല്ലൊരു ഫ്ലേവർ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.